കണ്ണൂർ ചെങ്ങളായിൽ റോഡിൽ വൻ ഗർത്തം. ചെങ്ങളായി ചുഴലി റോഡിലാണ് 1.5 മീറ്ററോളം ആഴത്തിൽ ഗർത്തം രൂപപ്പെട്ടത്. ഇതുവഴി ഗതാഗതം നിരോധിച്ചു. സുലൈസക് വിശദാംശം നൽകും. സുനിൽ, എപ്പോഴാണ് റോഡ് ഈ രീതിയിൽ ഗർത്തം പോലെ ഇടിഞ്ഞു താണുപോയത്? എന്താണ് സംഭവിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത്? എന്താണ് വിവരങ്ങൾ? സൈഫുദ്ദീൻ, ചെങ്ങളായി ചുഴലി റോഡിൽ ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടിയാണ് റോഡിൽ ഒരു ഗർത്തം കണ്ടെത്തുന്നത്. അവിടെ KSEBയുടെ ജോലി ചെയ്തിരുന്ന ആളുകളാണ് ഇത്തരത്തിലൊരു ഗർത്തം അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അവർ ഈ വിവരം അവിടെ റവന്യൂ വകുപ്പിന് PWD വകുപ്പിന്റെ ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നു, പഞ്ചായത്ത് അധികൃതരെ അറിയിക്കുന്നു. പിന്നാലെ അവരവിടെ എത്തി അതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുകയും ചെയ്തു. പക്ഷേ ഇന്ന് രാവിലെയൊക്കെ ആകുമ്പോഴേക്കും കാര്യങ്ങൾ കുറെ കൂടി സങ്കീർണമാവുകയാണ്. അതായത് ഇന്നിപ്പോൾ ആ ഗർത്തത്തിന്റെ ആഴം ഇങ്ങനെ ഓരോ മണിക്കൂറും കൂടിക്കൂടി വരുന്ന അവസ്ഥയാണുള്ളത്. ഇപ്പോൾ നിലവിൽ നമുക്ക് അവിടെ നിന്ന് കാണാം, ആ ദൃശ്യങ്ങളിൽ കാണാം, ഏതാണ്ട് 5 മീറ്ററിലധികം ആ ആഴത്തിലേക്ക് ഉള്ള വലിയ ഗർത്തമായി, ശരിക്കും ഒരു കിണറെന്നൊക്കെ വേണമെങ്കിൽ പറയാം, അത്ര രീതിയിൽ വലിയൊരു ആഴത്തിലേക്ക് ആ ഗർത്തം ഇങ്ങനെ രൂപപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും കൂടുതൽ പ്രദേശങ്ങളിലേക്ക് അവിടെ ഇടിച്ചിലുണ്ടാവാനുള്ള സാധ്യത പൂർണ്ണമായി തള്ളിക്കളയാൻ കഴിയില്ല. നേരത്തെ PWDയുടെ കീഴിലുണ്ടായിരുന്ന റോഡായിരുന്നു. ഇപ്പോൾ പിന്നീട് അത് ജില്ലാ പഞ്ചായത്താണ് അതിൻ്റെ മേൽനോട്ടവും പ്രവൃത്തിയും ഒക്കെ ചെയ്യുന്നത്. എന്തായാലും PWDയുടെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും വിദഗ്ധ സംഘം ഇന്ന് അവിടെ എത്തുന്നുണ്ട്. അവരവിടെ പരിശോധന നടത്താൻ സാധ്യതയുണ്ട്. ഈ ടാറിങ്ങിലുണ്ടായ അപാകതയല്ല ഇതിൻ്റെ പ്രശ്നമെന്നാണ് ഒരു പ്രാഥമികമായ നിഗമനം. അതായത് ഇതിൻ്റെ ഉൾഭാഗം, ഇതിൻ്റെ ഉൾഭാഗത്ത് നിന്ന് മണ്ണ് വലിയ തോതിൽ അടർന്ന് നീങ്ങിയതാവാം, ആഴത്തിലേക്ക് മാറി തെന്നി നീങ്ങിയതാവാം ഈ വലിയ ഗർത്തം രൂപപ്പെടാൻ കാരണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു വയൽ പ്രദേശമാണ്, സ്വാഭാവികമായും അത്തരം സാധ്യതകൾ പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. അതാണ്ട് 4 വർഷം മുമ്പാണ് ഈ റോഡിൻ്റെ പണി പൂർത്തിയാക്കിയത്. ആ റോഡാണ് ഇപ്പോൾ വലിയ ഗർത്തമായി രൂപപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ആ പ്രദേശത്തേക്കുള്ള റോഡിന്റെ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നു. ഇന്ന് അവിടെ വിദഗ്ധ സംഘം എത്തും. എന്താണ് ചെയ്യേണ്ടതെന്ന് സംബന്ധിച്ച് അവരുടെ കൂടി അഭിപ്രായം തേടിയതിനു ശേഷമായിരിക്കും മറ്റ് കാര്യങ്ങൾ തീരുമാനിക്കുക. സുനിൽ ഐസക്കാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.